ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വീഡിയോ കാണുവാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഞാൻ കടക്കട്ടെ. തൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ ധാരാളം തിരസ്കരണങ്ങളെയും പരാജയങ്ങളെയും നേരിട്ട ഒരു വ്യക്തി. അവയ്ക്ക് മുമ്പിലൊന്നും തളരാതെ മുട്ടുമടക്കാതെ പരിശ്രമിച്ച് വിജയത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ഉത്തേജനമേകുന്ന, ഇൻസ്പിറേഷൻ പകർന്നു നൽകുന്ന ഒരു വ്യക്തിത്വം കൂടി ആയിത്തീർന്ന ഒരാളെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചൈനയിലെ ഹാങ് ഷൂവിൽ ജനിച്ച അദ്ദേഹം പ്രൈമറി സ്കൂളിൽ 2 തവണ പരാജയമടഞ്ഞു. മിഡിൽ സ്കൂളിൽ 3 തവണ പരാജയപ്പെട്ടു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷനിൽ അദ്ദേഹം 10 തവണ തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങി. ഒരു ജോലിക്കായി ശ്രമിച്ചപ്പോൾ പോലീസിലെ ജോലി ഉൾപ്പെടെ 30 തവണ റിജക്ഷൻസ് അദ്ദേഹം ഏറ്റുവാങ്ങി. KFCയിൽ ഒരിക്കൽ ജോലിക്കുള്ള ഇൻ്റർവ്യൂവിന് പങ്കെടുത്തപ്പോൾ 25 ആപ്ലിക്കൻസ് ഉള്ളവരിൽ 24 പേർക്കും ആ ജോലി ലഭിച്ചു. ഇദ്ദേഹത്തിന് മാത്രം ലഭിച്ചില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രാവീണ്യം നേടുന്നതിനായി അദ്ദേഹം വർഷങ്ങളോളം ടൂറിസ്റ്റുകളുടെ ഗൈഡായി ജോലി നോക്കി. ചൈന പേജ് എന്നൊരു ഓൺലൈൻ കമ്പനി തുടങ്ങിയെങ്കിലും അതിൽ നിന്നും പിന്മാറേണ്ടിയും വന്നു. അദ്ദേഹം പരാജയങ്ങളെ തോൽവികളായി എടുക്കാതെ അവയെല്ലാം ലേണിംഗ് എക്സ്പീരിയൻസസ് ആയി സ്വീകരിച്ചു. നിരാശനാകാതെ മുമ്പോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ പേര് ജാക്ക് മാ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം, Alibaba.com. അദ്ദേഹം 1999 ചൈനയിൽ ഒരു കൊമേഴ്സ് സംരംഭം ആരംഭിക്കുന്നതിനായി മൂലധനം സമാഹരിക്കുന്നതിന് പലരെയും സമീപിച്ചെങ്കിലും ആരും അദ്ദേഹത്തെ സഹായിക്കുവാൻ തയ്യാറായില്ല. പലരും അദ്ദേഹത്തെ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. ഇത് നിലനിൽക്കില്ല, ലാഭകരമാകില്ല എന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷേ അദ്ദേഹം പിന്തിരിയുവാൻ തയ്യാറല്ലായിരുന്നു. നിശ്ചയദാർഢ്യത്തോടെ മുമ്പോട്ട് പോയി മൂലധനം സമാഹരിച്ചു. 1999 ഏപ്രിൽ 4 അദ്ദേഹത്തിൻ്റെ ഒറ്റമുറി അപ്പാർട്ട്മെൻറ്റിൽ Alibaba.com എന്ന കൊമേഴ്സ് സംരംഭം ആരംഭിച്ചു. തുടക്കം വളരെയേറെ കഷ്ടപ്പാടിൻ്റേതായിരുന്നു. 3 വർഷക്കാലം സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടി. ബാങ്കുകളിലും മറ്റും കടം പെരുകി വന്നു. പക്ഷേ അദ്ദേഹവും ടീം അംഗങ്ങളും തളരാതെ മുമ്പോട്ട് പോയി. ഇന്ന് ലോകമെമ്പാടും വേരുകളുള്ള മൾട്ടി നാഷണൽ കോർപ്പറേഷനായി തീർന്നു Alibaba.com. 2020 അതിൻ്റെ അസറ്റ് $185.4 ബില്യൺ ആണ്. അലിബാബ ഗ്രൂപ്പിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ 100,000-ലേറെ പേർ ജോലി ചെയ്യുന്നു. അദ്ദേഹം ലോകത്തിലെ അതിസമ്പന്നരിൽ ഒരാളായി മാറി. പരാജയങ്ങളെ ഭയപ്പെടാത്തവർ കുറവാണ്. നമ്മിൽ പലരും നമ്മുടെ പ്രവർത്തന മേഖലകളിൽ പരാജയപ്പെടുമോ എന്ന് ആശങ്കപ്പെടാറുണ്ട്. പരാജയങ്ങൾ ഉണ്ടാകാം. അവയൊക്കെ സമചിത്തതയോടെ സ്വീകരിച്ച് വീണ്ടും വീണ്ടും പരിശ്രമിച്ച് മുമ്പോട്ട് പോവുകയാണ് നാം ചെയ്യേണ്ടത്. പരാജയങ്ങളല്ല വിജയത്തിന് തടസ്സം. വിജയം വരെ പരിശ്രമിക്കുവാൻ തയ്യാറാകാത്തതാണ്. തങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് തളരാതെ, മനസ്സ് മടുക്കാതെ അധ്വാനിച്ച് മുമ്പോട്ട് പോയിട്ടുള്ളവരാണ് ജേതാക്കളായി തീർന്നിട്ടുള്ളത്. പരാജയങ്ങളുടെയും തിരസ്കരണങ്ങളുടെയും കൂമ്പാരത്തിൽ നിന്നും ഉയർന്നു വന്ന് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചേർന്ന ജാക്ക് മായിൽ നിന്നും നമുക്ക് ഏറെ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനുണ്ട്. 1. ലുക്ക് ചാലഞ്ചസ് ആസ് ഓപ്പർച്യൂണിറ്റീസ്. ജീവിതത്തിൽ തിരസ്കരണങ്ങൾ, തടസ്സങ്ങൾ, താൽക്കാലിക പരാജയങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാകുമ്പോൾ തളരാതെ, നിരാശരാകാതെ അവയൊക്കെ നമ്മുടെ ശക്തിയും കരുത്തും തെളിയിക്കുവാനുള്ള അവസരങ്ങളാണെന്ന് മനസ്സിലാക്കി, കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള അവസരങ്ങളാണെന്ന് മനസ്സിലാക്കി ശുഭാപ്തി വിശ്വാസത്തോടെ വീണ്ടും പ്രയത്നിക്കുവാൻ നാം തയ്യാറാകണം. 2. ആക്ഷൻ. പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അവസരങ്ങൾ തിരിച്ചറിഞ്ഞ്
അവ കണ്ടെത്തി, അവ ഉപയോഗപ്പെടുത്തി കൃത്യമായ ലക്ഷ്യബോധത്തോടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. പരിശ്രമിക്കാതെ നമുക്ക് ഒന്നും നേടിയെടുക്കാനാവില്ല. 3. ഫെയിലിയേഴ്സ് ആർ നോട്ട് ഫൈനൽ. പരാജയങ്ങൾ ഒന്നിൻ്റെയും അവസാനമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നാം ചെയ്ത ചില ശ്രമങ്ങൾ പാഴായി എന്ന് മാത്രമേ പരാജയങ്ങൾ അർത്ഥമാക്കുന്നുള്ളൂ. നമ്മളല്ല പരാജയപ്പെട്ടത്. നാം ചെയ്ത ചില പ്രവൃത്തികളാണ് പരാജയമായത്. തളരാതെ അവയിൽ നിന്നും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തന രീതികളിൽ വേണ്ട വ്യത്യാസങ്ങൾ വരുത്തി മുന്നേറുക. നിങ്ങളെ വിജയം അനുഗ്രഹിച്ചിരിക്കും. 4. ഇഫ് യു ഡോണ്ട് ഗിവ് അപ്പ് ദർ ഈസ് എ ചാൻസ്. പേഴ്സിസ്റ്റൻസ്. പിടിച്ചു നിൽക്കണം. നാം ഉദ്യമം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇനിയും ചാൻസ് ഉണ്ട്. ഉദ്യമത്തിൽ നിന്നും പിന്മാറിയാൽ എല്ലാം അവസാനിച്ചു. അക്കാര്യം മനസ്സിലാക്കുക. ജാക്ക് മാ പറഞ്ഞ ഒരു കൊട്ടേഷൻ ഇവിടെ പ്രസക്തമാണ്. നെവർ ഗിവ് അപ്പ്. ടുഡേ ഈസ് ഹാർഡ്. ടുമോറോ വിൽ ബി വേഴ്സ്. ദ ഡേ ആഫ്റ്റർ ടുമോറോ വിൽ ബി സൺഷൈൻ. പിടിച്ചു നിൽക്കുന്നവർക്കാണ് അന്തിമ വിജയം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി ക്ഷമയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മുടെ ഉദ്യമങ്ങളിൽ പിടിച്ചു നിൽക്കുക. തളരാതെ മുന്നേറുക. നമുക്ക് വിജയം കണ്ടെത്തുവാൻ സാധിക്കും. 5. മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. ഹാർഡ് ടൈംസ് ഉണ്ടാകും, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകാം. നമ്മുടെ വിഷൻ മുമ്പിൽ കണ്ടുകൊണ്ട് എല്ലാം നല്ലതിനാണ്, ഞാൻ എല്ലാത്തിനെയും ഓവർകം ചെയ്യും, വിജയം നേടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാത്തിലും നന്മ കണ്ടെത്തുന്ന ഒരു പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുക്കുവാൻ ശ്രദ്ധിക്കുക. 6. സ്റ്റേ മോട്ടിവേറ്റഡ്. നമ്മുടെ ഉള്ളിലെ മോട്ടിവേഷൻ, ഉത്തേജനം ഒരിക്കലും അണയാതെ അഗ്നിയായി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാം, നല്ല സെമിനാറുകളിൽ പങ്കെടുക്കാം. നമ്മെ ഇൻസ്പയർഡായി നിലനിർത്തുവാൻ ഇവയൊക്കെ സഹായകരമാണ്. 7. ഇഗ്നോർ ക്രിട്ടിക്സ്. നമ്മെ തളർത്തിക്കളയുന്ന, നെഗറ്റീവായി മാത്രം അഭിപ്രായം പറയുന്ന ക്രിട്ടിക്സിനെ അവോയ്ഡ് ചെയ്യുക. ജാക്ക് മാ അലിബാബ എന്ന സംരംഭത്തെക്കുറിച്ചുള്ള ആശയം മുമ്പോട്ട് വെച്ചപ്പോൾ പലരും അദ്ദേഹത്തെ കളിയാക്കി. ചിലർ മണ്ടൻ ആശയം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷേ അദ്ദേഹം അവയ്ക്കൊന്നും ചെവി കൊടുക്കാതെ ശുഭാപ്തി വിശ്വാസത്തോടെ നിശ്ചയദാർഢ്യത്തോടെ തൻ്റെ ഉദ്യമവുമായി മുമ്പോട്ട് പോയി ജേതാവായി തീർന്നു. നമുക്കും ഇത്തരം നല്ല കാര്യങ്ങൾ പരിശീലിച്ച് ജീവിതത്തിൽ ജേതാക്കളായി മാറാം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ജീവിതത്തിൽ എല്ലാവർക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നല്ല നല്ല അറിവുകൾ തരുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ചെയ്യുവാൻ ശ്രദ്ധിക്കുമല്ലോ. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.